എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അനന്തന്റെ അച്ഛന്റെ അരിയിലേക്ക് ആലോക് വന്നിട്ട് പറയണം, അതെ, അവളെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മിത്രയെക്കുറിച്ച്. അവള് ചാലക്കുടി വഴി കാറെ പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂട്ടുകാരൻ കണ്ടുപോലും. ഇത് കേട്ടതും അനന്തനും അച്യുതനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി അവളെ വീട്ടിൽ പോലും കയറ്റരുത് അച്ഛ, ഒരു കാരണവശാൽ ഇവളെ കയറ്റരുത്. അവള് പോയിട്ട് വരട്ടെ. ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ട് അവള് പോയിരിക്കുന്നത്. എന്റെ വല്യച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാത്. ഒരിക്കലും അവള് ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് അലോക് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക. ഈ സമയം നന്ദിത പറഞ്ഞു, അവള് സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ മോളെ ഒന്ന് ജീവനോടെ കണ്ടാൽ മതി. അവൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവളുടെ കല്യാണം എങ്ങനെയാ നടത്തി കൊടുക്കാം. ഇനിയിപ്പ അവൾക്ക് ആ പയ്യനെ ഇഷ്ടമുള്ളെങ്കിൽ അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവാം അനന്തേട്ടാന്ന് പറയണം. ഇത് കേട്ടത് അനന്തം പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? ഞാൻ അത്രയ്ക്ക് വല്ല മണ്ടനാന്നോ? അതൊന്നും ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമാണ് നന്ദിതേ. നാളെ മുതൽ ഞാൻ വേണം ആൾക്കാരുടെ മുഖത്ത് നോക്കാനായിട്ട്. വിളിച്ചവരുടെ ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കും. ആ ഒരു അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഈ സമയം നന്ദിതയ്ക്കും രാജലക്ഷ്മിക്കും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അലോകിനാണ് തന്റെ കല്യാണം മുടങ്ങിയെന്നൊരവസ്ഥ. കാരണം മാറ്റക്കല്യാണം ആയതുകൊണ്ട് ഈ കല്യാണം നടന്നാൽ മാത്രമേ തന്റെ കല്യാണം ആദരവായിട്ടുള്ള നടക്കത്തുള്ളൂ. അതിന്റെ ടെൻഷനിലാണ് അലോകും. ഈ സമയം മിത്ര ആകെപ്പാട് ടെൻഷനായിരുന്നു. കാപ്പി മേടിക്കാൻ പോയ ഇതുവരെ ആയിട്ടും മിഥുൻ തിരികെ റൂമിലേക്ക് എത്തിയിട്ടില്ല. എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. ഈ സമയം മിഥുൻ ഓടിക്കേറി അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മിത്ര ചോദിച്ചു, എന്താ മിഥുനെ, എന്ത് പറ്റി? നിന്നെ എന്താ കഥയ്ക്കുന്നുണ്ടല്ലോ നീക്ക്? ഒന്നുമില്ല. അല്ല, നീ കാപ്പി വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങിക്കാതെ വന്നേന്ന് ചോദിക്കും. അതെ, പെട്ടെന്ന് എനിക്കങ്ങ് തിരിച്ചു പോരേണ്ട വന്നു. ഒരു പരിചയത്തിലുള്ള ആളെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നാന്ന് പറയാം. ഇത് കേട്ടതും മിത്ര ചോദിച്ചു, അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന? ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇതും പറഞ്ഞു, അല്ല, നമ്മുടെ കല്യാണം ആർക്കും അറിയില്ലല്ലോ. അപ്പൊ നീയല്ലേ പറഞ്ഞേ നിന്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടെന്ന്? അല്ല, വരുന്നുണ്ട്. പക്ഷെ ഈ സമയം മിത്രയ്ക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നി. എന്താ ഇതിനെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം എന്ന് ചോദിക്കും. ഒന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യാ, ആ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പോ. അത് കുഴപ്പമില്ല, ഞാൻ ഈ ബാഗുമായിട്ട് പൊക്കോളാന്ന് പറയണം. മിത്രയ്ക്ക് ചെറിയ സംശയം, ഈ ബാഗിനകത്ത് എന്തായിരിക്കും? എപ്പോഴും ഇവന് എന്തിനാ ഈ ബാഗ് തോളത്തിട്ടുകൊണ്ട് പോകുന്നേ? മിഥുനെ, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചാഴും ഇവിടെ ഇരിക്കുക. എനിക്കിനി ഫുഡ് കിട്ടിയില്ലായാലും കുഴപ്പമില്ല. അറിയാലോ, ഒരു കാര്യം ചെയ്യാം, ഫോണെങ്കിലും താട്ട്, ഞാൻ എന്റെ വീട്ടുകാരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാം. ഇപ്പൊ എന്റെ വീട്ടുകാർ വല്ലാത്ത സങ്കടത്തിലായിരിക്കും ഇരിക്കുന്നത്. എനിക്കറിയില്ല, അവരെ ഒന്ന് വിളിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്നെങ്കിലും പറയുമെങ്കിലും ചെയ്യട്ടെ. അവരുടെ വേദന എനിക്ക് എത്രയാന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല മിഥുനെ എന്ന് പറയണം. അതെ, നിന്നോടെന്താ, നിനക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഫോണൊന്നും തരാൻ പറ്റില്ല, ഇപ്പൊ നീ ആരെയും വിളിക്കണ്ടെന്ന് പറയും. അപ്പം ഇതിനല്ലേ പറഞ്ഞു എനിക്ക് വേറെ സിം എടുത്ത് തരാന്നൊക്കെ. അതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുത്തു തരാൻ പറ്റുമൊന്നുമില്ല. ആദ്യം കല്യാണം കഴിയട്ടല്ലേ, എന്നിട്ടല്ലേ ബാക്കി കാര്യം ചോദിക്കുക. ഇത് കേട്ടെന്ന് മിത്ര പറഞ്ഞു, എന്തിനും ഇതിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇത് കേട്ട മിഥുൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. എന്റെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നോടൊപ്പം നിന്നാ മതി എന്ന് പറയാം. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വളരെയധികം പ്രതീക്ഷയോട് കൂടിയാ മിഥുന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചേ. പക്ഷെങ്കിൽ ആര്യനായിട്ടും കുറെ പറഞ്ഞിട്ടുണ്ട് തന്നോട്. ഇതിനു മുമ്പ് ആര്യം കണ്ടപ്പോഴൊക്കെ പറഞ്ഞു, അവൻ പക്ക ഫ്രോഡാണ്, അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പുകയാന്ന്. പക്ഷെ അന്നൊന്നും താനൊന്നും വിശ്വസിച്ചില്ല. പക്ഷെങ്കിൽ ഇപ്പൊ താൻ കാണുന്ന മിഥുന്റെ മറ്റൊരു മുഖമാണ്. ഇത്രയും കാലം സ്നേഹിച്ചിരുന്നപ്പോഴത്തെ ആ മിഥുനൊന്നും അല്ല. മിഥുന് വല്ലാത്തൊരു മാറ്റം. ഈ സമയം മുറിക്കകത്ത ഒച്ചപ്പാടും ബഹളം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന് ജാനകിയമ്മ അങ്ങോട്ട് വരുവാണ്. കാരണം ഈ മുറിക്കകത്ത് മിത്രയുടെ ഒച്ചത്തിലുള്ള സംസാരം അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ജാനകിയമ്മ വന്നിട്ട് എന്താ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കണം. ഇത് അങ്ങോട്ട് മിഥുന് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എന്തിനാ ഇപ്പം ചാടിക്കയറി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, ഞങ്ങൾ പലതും ചർച്ച ചെയ്യും, അതിനകത്തേക്ക് നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ലെന്ന് പറയാം. അല്ല, ഇവിടുന്ന് വലിയ ബഹളം കേട്ടു, എന്തോ വഴക്കാന്ന് കരുതി വന്നാ. ഇതേ എന്റെ പ്രായത്തില്, അല്ല, എനിക്ക് ഇതേ പ്രായത്തിലുള്ള മോളൊക്കെ ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം. അതെ, നിങ്ങൾ കൂടുതൽ അങ്ങനെ നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ട. നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാണെങ്കിൽ തൊഴുതിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോയാൽ മതി. ഇങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നടക്കും. പറഞ്ഞു കേട്ടല്ലോ, കേറി വന്നിരിക്കുന്നു പറഞ്ഞിട്ട് മിഥുൻ ദേഷ്യപ്പെട്ടു പോയിട്ട് അവരെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ കഥ അങ്ങോട്ട് അടയ്ക്കുവാണ്. ജാനമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഈ ചെറുക്ക് ഈ പെങ്കൊച്ചുമായിട്ട് ഭയങ്കര വഴക്കാണല്ലോ. ആ പെങ്കൊച്ചാണെങ്കിൽ വല്ലാത്ത പേടിച്ചാണ്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. ചോദിച്ചിട്ടാണ് ഒന്നും പറയുന്നില്ല. ആ പെങ്കൊച്ചിനെ തനിച്ച് കണ്ടെന്ന് ചോദിക്കാന്ന് വെച്ചാലോ, എപ്പോൾ നോക്കിയാലും അവൻ കൂടെ കാണുകയും ചെയ്യും. എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് അനന്തം വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം മിത്ര അങ്ങനെ ഒളിച്ചോടെ തന്നെയാ. ഇനിയിപ്പം മിത്ര നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ട് തല കുണിക്കേണ്ടി വരുക. ഈ സമയം അലോക് വന്നിട്ട് ചോദിച്ചു, അച്ഛാ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എന്തോ ഒരു പോംവഴി പറഞ്ഞു തരാൻ പറയണം. ഈ സമയം അച്ഛനും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നമുക്കൊന്നുകൂടെ പോയി ഒന്ന് അന്വേഷിക്കാം.
അവൾ ഇവിടെയാന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാലോ, അല്ലെങ്കിൽ നമുക്ക് വിവേകിന്റെ അച്ഛനോട് ഒന്നുകൂടെ പോയി സംസാരിച്ച് നോക്കാന്ന് പറയാം. ഇനിയിപ്പോ ആതിരയുടെ കല്യാണത്തെക്കുറിച്ച്, കാരണം മാറ്റ കല്യാണം ആയതുകൊണ്ട് ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കല്യാണം നടത്താതിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം. വാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്യുതനെയും കൂട്ടി അലോക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം അനന്തന് ആകെപ്പാ ടെൻഷനാ. അനന്തന് മനസ്സുകൂടെ പല പല ചിന്തകളും മോഹങ്ങളും ഒക്കെ കടന്നു വന്നു. ദേവമംഗലംകാരെ വെല്ലുവിളിച്ചാണ് ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചത്. ഇവിടെ ഒരു ഉത്സവമാക്കി മാറ്റാനായിട്ട് തീരുമാനം. ഒരു പക്ഷേങ്കിൽ മിത്ര ഒളിച്ചോടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ ഉത്സവത്തിന്റെ പ്രതീതിയായിരിക്കും. എല്ലാവരും കൂടെ വന്ന് പാട്ടും മേളവും ഘോഷവും ഒക്കെ ആയിട്ട് കല്യാണങ്ങളെല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് നടന്നേനും. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തകർന്നു പോയത്. ഇനി താൻ നാളെ മുതൽ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്റെ ഭഗവാനെ, നീ ആയിട്ടൊരു വഴി കാണിച്ചു തരാൻ പറയാണ്. പിന്നീട് അനന്തൻ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പൊ നന്ദിതയ്ക്ക് ഭയങ്കര സംശയം. കാരണം ഇത്ര സമയം ഇവിടെ ഇരുന്ന അനന്തനാണ് ആരോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല. ആ മനസ്സിന്റെ വിഷമം എത്ര മാത്രമാണെന്ന് നന്ദിതയ്ക്ക് മനസ്സിലായി. ഈ സമയം രാജേശ്വരി ചോദിച്ചു, എന്താ? അല്ല, അനന്തന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമാണല്ലോ. എനിക്ക് എങ്ങനെ സങ്കടപ്പാടായിരിക്കും നന്ദിത, നിനക്കറിയാലോ അവൾ അത്രമാത്രം സ്നേഹിച്ച് വളർത്തിയതല്ലേ. ഒരു നിമിഷം അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ വേദന സഹിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എന്റെ ഭഗവാനെ എന്തൊക്കെയാ അവിടെ നടക്കണേ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഗോമതിയായിരുന്നു ഇങ്ങനെ ഒരു ചതി ചെയ്തേ. ഇപ്പോഴാണ്ടേ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുക. ഇപ്പം മിത്രമോളും ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതിന് മാത്രം എന്ത് മഹാഭാവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടും കേൾക്കുന്നതിന് മുമ്പ് എന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു. എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്ന് ഓരോ നിമിഷം ജീവിക്കാനെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അനന്തം മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നന്ദിത എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങ് ചെല്ലുക. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചേക്കുക. അനന്തേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ കതക് തുറക്കുന്നില്ല. അപ്പൊ ഭയങ്കര സംശയം. പെട്ടെന്ന് രാജേശ്വരി അങ്ങോട്ട് വന്നു. എന്താ അയച്ചെന്ന് ചോദിക്കണം. അനന്തേട്ടൻ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക, കതക് തുറക്കുന്നില്ല എന്ന് പറയണേ. ഈ സമയം ശ്യാമും അഞ്ജലിയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. കതക് തുറക്കാൻ അനന്തേട്ടാന്ന് പറഞ്ഞാൽ അവരെ കഥയെ കിടന്ന് മുട്ടുവാണ്. പക്ഷെ അകത്തുനിന്ന് ഒരു റിപ്ലൈ ഇല്ല. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം നന്ദിതയും രാജേശ്വരിയൊക്കെ അലമുറയിട്ട് കിടന്ന് കരയുവാണ്. ബാലനും ആകാശവും ഒക്കെ ആ സമയം ദേവമംഗലത്തുണ്ടായിരുന്നു. അവര് മിത്ര പോയിന്റ് ആ വിഷമത്തില് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ്ണമംഗലത്ത് നിന്ന് കൂട്ടക്കരച്ചിലൊക്കെ കേൾക്കണേ. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, മോനെ ആകാശം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ, കരച്ചില് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാ. അതേച്ച ഒരു കാര്യം ചെയ്യാം, നീ എത്രയും പെട്ടെന്ന് പോയി നോക്ക്, എന്താ സംഭവം എന്നറിയത്തില്ലോ, പെട്ടെന്ന് എല്ലടാന്ന് പറയാം. അങ്ങനെ ബാലൻ ആകാശിനെ അങ്ങോട്ട് ഓടിച്ചു വിടുകയാണ്. ബാലന് വല്ലാത്ത ടെൻഷനാ. എത്ര ശത്രുക്കളാന്ന് പറഞ്ഞാലും അവിടെ ഒരു ആപത്ത് വന്ന ബാലനത് സഹിക്കത്തില്ല. കാരണം തന്റെ ഭാര്യയുടെ ആംഗ്ലമാരാണത്. അതിലുപരി അവന്റെ ആകാശിന്റെ ആളിലും അമ്മാവനല്ലേ. അപ്പൊ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ സമയം ആകാശം അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെല്ലുമ്പോ ശ്യാമും നന്ദിത രാജേശ്വരി എല്ലാരും കഥയെ മുട്ടി ഇങ്ങനെ അനന്തേട്ടാന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? എല്ലാരും കൂടെ എന്തിനാ കരയണേന്ന് ചോദിക്കാം. അനന്തേട്ടൻ അതിനകത്ത് കയറിയിട്ട് കഥവ് കുറ്റിയിട്ടിരിക്കുക. അതുവരെ കഥവ് തുറന്നില്ലെന്ന് പറയാം. ഈ സമയം അനന്തൻ രണ്ടും തീരുമാനിച്ചായിരുന്നു. ഇനിയിപ്പം നാട്ടുകാരുടെ മുഖത്തോ വീട്ടുകാരുടെ മുഖത്തോ ഇങ്ങനെ തല കുനിച്ച് നിൽക്കാൻ പറ്റില്ല. രണ്ടും തീരുമാനിച്ച് ഒരു കുടുക്കിട്ടു. അങ്ങനെ കുടുക്കിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തൂങ്ങി മരിക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ കഴുത്തേലേക്ക് അങ്ങോട്ട് കുരുക്കിട്ടു. ഈ സമയം ആകാശം, നിങ്ങൾ എന്നിട്ട് എല്ലാവരും എന്താ നോക്കി നിൽക്കണമെന്ന് ചോദിക്കണം. ഈ സമയം ശ്യാം പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറക്കുന്നില്ലെന്ന് പറയണം. എല്ലാവരും ഒന്നും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ആകാശം എന്ത് ചെയ്യണം, കഥകിനിട്ട് അങ്ങ് ആഞ്ഞ് തൊഴിക്കുവാണ്. അങ്ങോട്ട് മാറിപ്പോയിട്ട് തൊഴിച്ച് കഴിയുമ്പോൾ കഥ വന്നില്ല. പിന്നെ ഒരു 3-4 തൊഴിയും കൂടെ തൊഴിച്ചു. ഈ സമയം ശ്യാമും കൂടെ കൂടി. എന്നിട്ട് അവർ തൊഴിച്ച് കഥ ഒരു വ്യക്തി കുറ്റി അങ്ങോട്ട് പറഞ്ഞു. കുറ്റി പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, കുരുക്ക് കഴുത്തേലിട്ട് ഇങ്ങനെ അതേലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന അനന്തനെയായിരുന്നു. ഈ കാഴ്ച കണ്ട് പെട്ടെന്ന് ആകാശം ഓടി ചെന്നിട്ട് അനന്തനെ പൊക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓടി വാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്യാം ഓടി വന്നു. ശ്യാം ഓടി വന്നപ്പോഴത്തേനും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് ശ്യാം എന്തിയാണ് ഒരു കത്തി എടുത്തുകൊണ്ട് കുരുക്കൊക്കെ അങ്ങനെ താഴേക്ക് അഴിച്ചിടുവാണ്. ഭാഗ്യത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആനന്ദന്റെ ജീവൻ അങ്ങോട്ട് പോയി കിട്ടിയാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് നന്ദിത അങ്ങോട്ട് ബോധം കെട്ട് വീഴുവാണ്. നന്ദിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ഇത്രയ്ക്ക് ഒരു കാരണവശാലും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് രാജേശ്വരി എല്ലാരും കൂടെ അടുത്ത് നിന്നിട്ട് എന്താ അനന്തേട്ടാ എന്ത് പരിപാടിയാ കാണിച്ചതെന്ന് ചോദിക്കുവാണ്. ആകപ്പാടെ കൂട്ടക്കരച്ചിലും ബഹളമായി. അങ്ങനെ പതുക്കെ കഴുത്തേന്ന് കുരുക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ ശ്വാസമൊക്കെ ഇങ്ങനെ നിർത്തി വിടുന്നുണ്ട്. അവസാനം അങ്ങനെ അനന്തം പതുക്കെ കണ്ടു തുറന്ന് ചുറ്റും നോക്കുക. അനന്തം പറഞ്ഞു, എന്നെ എന്തിനാ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേ? എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് നാട്ടുകാരുടെ മൊത്തം നോക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണേ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ട് ആകാശം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് ശത്രുതയോ അങ്ങനെ ഒരു വിചാരങ്ങളും ആകാശിന്റെ മനസ്സിലേക്ക് ഉണ്ടായ പോലുമില്ല. കാരണം ആപത്തിപ്പെട്ടവരെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ. ഇച്ചിരിയെങ്കിലും വൈകിയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു പോയാനും. ഈ സമയം ബാലിന് വല്ലാത്ത ടെൻഷൻ.
അവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല, അകത്ത് എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. അങ്ങനെ അനന്തനെ രക്ഷിച്ചു കഴിഞ്ഞപ്പം ആകാശം നേരെ അങ്ങോട്ട് വരുവാണ്. ആകാശം നീ ബാലൻ ചോദിച്ചു, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക. അതെ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം. പിന്നീട് അനന്തൻ നടത്തിയ കടുകയെ കുറിച്ചൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു, എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല എന്ന് പറയണേ. ഇതെങ്ങാനും ഗോമതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളാണെങ്കിൽ ചങ്കു പൊട്ടി മരിക്കുള്ളൂ. കാരണം അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. ഒരു കാരണവശാലും നീ ഇത് ആരോടും പറയണ്ട, മീനുവിനോട് പോലും പറയണ്ട എന്ന് പറയണം. കൃത്യസമയത്ത് തന്നെ നീ എത്തിയല്ലോ, അതൊരു നല്ല കാര്യമായി പോയെന്ന് പറയാം. ഈ സമയത്ത് ഗോമതി ആകപ്പാട് ടെൻഷനായിരുന്നു. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. മിത്രയുടെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതിരിക്കുക. പിന്നീട് അവര് ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് വഴിക്ക് ജാനകിനെ കാണുന്നത്. ജാനകിനെ കണ്ടപ്പോൾ ജാനകി ചോദിച്ചു, എന്ത് പറ്റി, മുഖം വല്ലാതിരിക്കണേന്ന് ഗോമതിയിലേക്ക്. ഒന്നുമില്ല എന്ന് പറയണ. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് മീനാക്ഷി. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അമ്മയുടെ കണ്ണ് കൂട്ടായ സമയത്ത് അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു, അതെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളും കൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, എല്ലാം ശരിയാകുമെന്ന് പറയണം. അങ്ങനെ അങ്ങ് നടന്ന് ഞാൻ പെട്ടെന്ന് ജാനകി എടുത്തു. അല്ല, പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണുവാണെങ്കിൽ ഞാൻ പറയാന്ന് പറയണം. ഇത് കേട്ടതും കോമതി പറഞ്ഞു, അല്ല മീനാക്ഷി, അവളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോന്ന് ചോദിക്കുക. ഞാൻ നോക്കട്ടെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ നോക്കട്ടെ എന്ന് അങ്ങനെ സെർച്ച് ചെയ്യണം. അങ്ങനെ സെർച്ച് ചെയ്ത് ഇപ്പം മിത്രയുടെ ഫോട്ടോ കിട്ടി. ഇതാണെന്നും പറഞ്ഞ് കാണിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകി ഒന്ന് ഞെട്ടി. അയ്യോ, ഈ മോളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. കണ്ടിട്ടുണ്ടോ, എവിടെ വെച്ചാ? അതെ, ഇവിടെ തന്നെ വെച്ചാ കണ്ടേന്ന് പറയണേ. ഇത് കേട്ടതും മീനാക്ഷിയും ഗോമതിയും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണേ. ഈ ഗുരുവായൂരപ്പൻ്റെ ഇവിടെ വെച്ചോ? ഒരു പക്ഷെ അവൾ ഇങ്ങോട്ടാണ് ഇനി വന്നത്. അങ്ങനെ നൂറ് ചിന്തകളൊക്കെ ജാനകിയുടെ അല്ല, ഗോമതിയുടെ മനസ്സിലുണ്ടാവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് മിത്ര ഇവിടെ ഉണ്ടെങ്കിൽ അവളെ രക്ഷിക്കാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ചതിയൊക്കെ മിത്ര തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വലിയ അപകടത്തിലേക്ക് പോയി ചാടുന്നൊക്കെയുണ്ട്. ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.